ഏപ്രിൽ മാസത്തിലെ ഉഷ്ണം വിയർപ്പുതുള്ളികളായി നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കുമിളിക്കടുത്തുള്ള ആ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവപ്പറമ്പ് സാവധാനം ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു. ഉച്ചഭാഷിണികളിൽ നിന്ന് അവസാനമായി ഉയർന്നുകേട്ട ഭക്തിഗാനത്തിന്റെ അലകൾ രാത്രിയുടെ നിശബ്ദതയിൽ അലിഞ്ഞുചേർന്നു. കൈരളി സൗണ്ട്സ് ആൻഡ് DJ എന്ന വലിയ ബോർഡ് പതിച്ച ലോറിയിലേക്ക് അവസാനത്തെ സ്പീക്കർ ബോക്സും കയറ്റിവെക്കുമ്പോൾ ജോമോന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 രാപ്പകലുകളായി ഉറക്കവളച്ചതിന്റെ ക്ഷീണം അവന്റെ കണ്ണുകളിൽ നിഴലിച്ചു. കോട്ടയം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അവരുടെ DJ ട്രൂപ്പിന് ഇത് തിരക്കേറിയ സീസണായിരുന്നു. എങ്കിലും പരിപാടി വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ഒരുതരം പ്രൊഫഷണൽ സംതൃപ്തി ഓരോരുത്തരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. എല്ലാം കയറ്റിയില്ലേടാ, ഒന്നും മറന്നുവെക്കല്ലേ? സംഘത്തലവനായ ജോമോൻ തന്റെ പരുക്കൻ ശബ്ദത്തിൽ വിളിച്ചു ചോദിച്ചു. ഫുൾ സെറ്റാണ് അളിയാ, ഇനിയൊരു ചായയും കുടിച്ച് നേരെ കോട്ടയത്തേക്ക് വിട്ടാ മതി. ലോറിയുടെ പിന്നിൽ നിന്ന് ഷിബു വിളിച്ചു പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ വീടണയാനുള്ള തിടുക്കമുണ്ടായിരുന്നു. ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ സന്ദീപ് എപ്പോഴേ ഇടം പിടിച്ചിരുന്നു. കഞ്ചാവ് ബീഡിയുടെ ഗന്ധം ക്യാബിനിൽ തങ്ങി നിന്നിരുന്നു. ഏതു പാതിരാത്രിക്കും ഏതു കൊടുഞ്ചുരവും കണ്ണടച്ചു കയറുന്ന വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള ഡ്രൈവറാണ് സന്ദീപ്. അവന്റെ ആത്മവിശ്വാസം പലപ്പോഴും അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ട്. ബിനു ആകട്ടെ സംഘാടകരിൽ നിന്ന് കിട്ടിയ അവസാന രൂപയും എണ്ണിത്തിട്ടപ്പെടുത്തി. കണക്കുകൾ ഒത്തുനോക്കി പണം ഭദ്രമായി തന്റെ ചെറിയ തുകൽ സഞ്ചിയിൽ വെച്ച്. സമയം രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. കുമളിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രയ്ക്ക് സാധാരണഗതിയിൽ 3.5 മണിക്കൂർ വേണം. എന്നാൽ രാത്രിയുടെ മറവിൽ വിജനമായ പാതയിലൂടെ ആനവണ്ടികളെയും മറ്റ് ലോറികളെയും മറികടന്ന് അതിലും വേഗത്തിലെത്താമെന്ന് സന്ദീപ് വീമ്പിളക്കി. ഈ യാത്രയ്ക്കിടയിലാണ് കുപ്രസിദ്ധമായ പാഞ്ചാലിമേട് ചുരം കയറിയിറങ്ങേണ്ടത്. പകൽ സമയത്ത് അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പാഞ്ചാലിമേട് രാത്രിയിൽ ഭീകരമായ കഥകളുടെ ഉറവിടമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സന്ദീപേ, വണ്ടി വിട്ടോ? ചുരം കയറും മുമ്പ് എവിടെയെങ്കിലും നിർത്തി ഒരു കട്ടനടിക്കാം, ജോമോൻ മുന്നിലെ ക്യാബിനിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ലോറി മെല്ലെ മുരണ്ടുണർന്നു. ഉത്സവപ്പറമ്പിലെ അവസാനത്തെ വെളിച്ചവും അവരെ പിന്നിലാക്കി. അത് കുമളി കോട്ടയം റൂട്ടിലേക്ക് പ്രവേശിച്ചു. തണുത്ത കാറ്റ് അവരുടെ ക്ഷീണിച്ച മുഖത്തേക്ക് അടിച്ചു. 3 ദിവസത്തെ കാതടപ്പിക്കുന്ന ബഹളത്തിൽ നിന്ന് ശാന്തമായ രാത്രിയിലേക്കുള്ള ഒരു മാറ്റം അവർക്ക് ആശ്വാസം നൽകി. ജോമോനും ബിനുവും സന്ദീപിനൊപ്പം മുന്നിലെ ക്യാബിനിലും ഷിബുവും മറ്റു 2 പേരും ജനറേറ്ററും സ്പീക്കറുകളും വെച്ച ലോറിയുടെ പുറകിലുമായിരുന്നു ഇരുന്നത്. യാത്ര പുരോഗമിക്കുന്തോറും റോഡിനിരുവശവുമുള്ള വീടുകൾ കുറഞ്ഞുവന്നു. പകരം റബ്ബർ മരങ്ങളും തേയിലത്തോട്ടങ്ങളും ഇരുട്ടിന്റെ കരിമ്പടം പുതച്ചു നിൽക്കുന്നത് അവർ കണ്ടു. അവയുടെ നിഴലുകൾക്ക് ഭയാനകമായ രൂപങ്ങളായിരുന്നു. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. വാഹനം ഇപ്പോൾ വനമേഖലയിലേക്ക് കടക്കുകയായിരുന്നു. റോഡിന് വീതി കുറഞ്ഞു. ഇരുവശത്തും കൊടും കാടാണ്. മരച്ചില്ലകൾ റോഡിന് മുകളിൽ ഒരു മേലാപ്പ് തീർത്തിരുന്നു. ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. ആ ശബ്ദത്തിന് പോലും എന്തോ ഒരു അശുഭസൂചനയുണ്ടെന്ന് ജോമോന് തോന്നി. അളിയ, എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു, ഒന്ന് റീചാർജ് ചെയ്യണമായിരുന്നു. പുറകിൽ നിന്ന് ബിനുവിൻ്റെ ശബ്ദം കേട്ടു. അവൻ്റെ കാമുകി വിളിക്കുമെന്ന് പറഞ്ഞിരുന്ന നേരമായിരുന്നു അത്. ജോമോൻ്റെ ഫോണിൽ നിന്ന് ചെയ്തോ? സന്ദീപ് സ്റ്റീറിങ്ങിൽ താളം പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജോമോൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ബിനുവിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് കടന്നു. പണമടയ്ക്കുന്നതിന് മുൻപ് അവസാനമായി സ്ക്രീനിലേക്ക് നോക്കിയവൻ ഒരു നിമിഷം സ്തബ്ധനായി. അവൻ്റെ വിരലുകൾ നിശ്ചലമായി. ഫോണിലെ തീയതിയും സമയവും അവനെ അമ്പരപ്പിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത് ഏപ്രിൽ 17, 2020, സമയം 3 AM. ഇതെന്താ ഇങ്ങനെ? ജോമോന്റെ ശബ്ദത്തിലെ അവിശ്വസനീയത ബിനുവും ശ്രദ്ധിച്ചു. ഇന്ന് 2023 അല്ലേ? എൻ്റെ ഫോണിൽ 3 വർഷം പുറകിലെ തീയതി കാണിക്കുന്നു. സമയവും തെറ്റാണ്. ഇപ്പൊ 12 മണിയല്ലേ ആയുള്ളൂ. അതെങ്ങനെ ശരിയാവും? നിന്റെ ഫോൺ വല്ലതും അപ്ഡേറ്റ് ആവാനുണ്ടോ? ബിനു തൻ്റെ ഫോൺ എടുത്തു നോക്കി. പക്ഷെ അത് ചാർജ് തീർന്ന് ഓഫായിരുന്നു. മലമുകളല്ലേ, റേഞ്ചിന്റെ പ്രശ്നമാവും. സന്ദീപ് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ശബ്ദത്തിലും ഒരു പന്തികേട് നിഴലിച്ചു. ചിലപ്പോൾ ഓട്ടോമാറ്റിക് ടൈം സോൺ മാറിയതായിരിക്കും. ചുരം ഇറങ്ങിക്കഴിയുമ്പോൾ ശരിയായിക്കോളും. അതൊരു ന്യായമായ വിശദീകരണമായി ജോമോന് തോന്നി.
എങ്കിലും ഉള്ളിലെ അസ്വസ്ഥത വിട്ടുമാറിയില്ല. അവൻ ഫോൺ ഓഫ് ചെയ്ത് ഓൺ ചെയ്തു. പക്ഷെ ഒരു മാറ്റവുമില്ല. അതേ വിചിത്രമായ തീയതിയും സമയവും സ്ക്രീനിൽ തെളിഞ്ഞു നിന്നു. ഉള്ളിലൊരു ചെറിയ ഭയത്തിന്റെ വിത്ത് മുളപൊട്ടി. അവനത് പുറത്തു കാണിച്ചില്ല. പാഞ്ചാലിമേട് ചുരം ആരംഭിച്ചിരുന്നു. കൊടും വളവുകളും കയറ്റിറക്കങ്ങളും നിറഞ്ഞ വഴി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം വളവുകളിൽ തട്ടിത്തെറിക്കുമ്പോൾ മരങ്ങൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്ന ഭീകരരൂപികളെ പോലെ തോന്നിപ്പിച്ചു. കനത്ത കോടമഞ്ഞ് ഒരു പ്രേതത്തെപ്പോലെ റോഡിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിരുന്നു. കാഴ്ചകൾ അവ്യക്തമായി. സന്ദീപ് അതീവ ശ്രദ്ധയോടെയാണ് ലോറി ഓടിച്ചിരുന്നത്. അങ്ങനെ ഒരു ഹെയർപിൻ വളവ് തിരിഞ്ഞതും ലോറിയുടെ വെളിച്ചത്തിൽ വഴിയരികിൽ ഒരു സ്ത്രീരൂപം നിൽക്കുന്നത് അവർ കണ്ടു. പഴഞ്ചൻ രീതിയിലുള്ള ഒരു വെളുത്ത സാരിയായിരുന്നു വേഷം. അവർ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുകയായിരുന്നു. ഈ നട്ടപ്പാതിരയ്ക്ക് ഇവിടെ ഒരു സ്ത്രീയോ? എന്തോ പന്തികേടുണ്ടല്ലോ, ബിനു സംശയത്തോടെ പറഞ്ഞു. ഏതേലും അടുത്തുള്ള വീട്ടിലെ ആവും, അല്ലെങ്കിൽ വണ്ടി കേടായി വഴിയിൽ കുടുങ്ങിയതായിരിക്കും. നമുക്കൊന്ന് നിർത്തി ചോദിക്കാം. മനുഷ്യത്വപരമായ ഒരു ചിന്തയിൽ സന്ദീപ് ലോറിയുടെ വേഗത കുറച്ചു. ലോറി ആ സ്ത്രീയുടെ അടുത്തെത്തി നിന്നു. സന്ദീപ് ഗ്ലാസ് താഴ്ത്തി. ക്യാബിനകത്തേക്ക് ഒരു ശീതക്കാറ്റടിച്ചു കയറി. അതിനൊരഴുകിയ ഗന്ധമുണ്ടായിരുന്നു. എന്താ സഹോദരി ഈ സമയത്തിവിടെ? എങ്ങോട്ടാ പോകേണ്ടത്? അവർ മുഖം നേരെയാക്കിയില്ല. തല താഴ്ത്തി മുടിയിഴകൾ മുഖം മറച്ചിരുന്നു. വളരെ നേർത്ത ഇടറിയ ശബ്ദത്തിൽ അവർ പറഞ്ഞു, മുന്നിലാണ് വീട്, അവിടെ ഇറക്കി വിട്ടാൽ മതി. അവരുടെ ശബ്ദം കാറ്റിൽ അലിഞ്ഞു പോകുന്നതുപോലെ നേർത്തതായിരുന്നു. അതിലൊരു വിറയലും തണുപ്പും കലർന്നിരുന്നു. അതേസമയം ലോറിക്ക് പിന്നിലിരുന്ന ഷിബുവിന് എന്തോ പന്തികേട് തോന്നി. അവൻ ആകാംക്ഷയോടെ ആ സ്ത്രീയെ നോക്കുകയായിരുന്നു. അവൻ കണ്ട കാഴ്ചയിൽ രക്തം സിരകളിൽ തണുത്തുറഞ്ഞുപോയി. അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചു. സന്ദീപേ, വണ്ടി വിടടാ! അവന്റെ തൊണ്ടയിൽ നിന്ന് ഒരു നിലവിളി പുറത്തേക്ക് വന്നു. എന്താടാ? ജോമോൻ പരിഭ്രാന്തനായി തിരിഞ്ഞു നോക്കി. ഷിബുവിന്റെ വിരൽ ആ സ്ത്രീയുടെ നേരെയായിരുന്നു. അവൻ ഭയം നിറഞ്ഞ ശബ്ദത്തിൽ അലറി, അവർക്ക് കാലുകളില്ല, അവർ നിലത്തു തൊടാതെ നിൽക്കുകയാണ്. ഷിബുവിന്റെ അലർച്ച കേട്ടതും മുൻ സീറ്റിലിരുന്ന മൂവരും ഒരുപോലെ ഞെട്ടിത്തെറിച്ച ആ സ്ത്രീയെ നോക്കി. ഹെഡ്ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിലും കോടമഞ്ഞിന്റെ മറയിലും അത് വ്യക്തമായിരുന്നു. അവരുടെ സാരിയുടെ താഴ്ഭാഗം നിലത്തിനു മുകളിൽ കാറ്റിൽ ഒഴുകി നടക്കുന്നു. കാലുകൾ കാണാനില്ല. സന്ദീപിന്റെ ധൈര്യവും അഹങ്കാരവും ഒരു നിമിഷം കൊണ്ട് ചോർന്നുപോയി. അയാൾ സർവ്വശക്തിയും എടുത്ത് ആക്സിലറേറ്ററിൽ കാലമർത്തി. ലോറിയുടെ എഞ്ചിനൊന്നും മുരണ്ടുകൊണ്ട് ശക്തിയായി മുന്നോട്ടു കുതിച്ചു. ചക്രങ്ങൾ റോഡിൽ ഉരയുന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങി. അവർ അതിവേഗത്തിൽ ആ സ്ത്രീയെ പിന്നിലാക്കി മുന്നോട്ടു പാഞ്ഞു. ആരും ഒന്നും സംസാരിച്ചില്ല. ഓരോരുത്തരുടെയും ഹൃദയം പടപട ഇടിക്കുകയായിരുന്നു. ജോമോൻ തിരിഞ്ഞ് പുറകിലേക്ക് നോക്കി. പക്ഷേ ഇരുട്ടും കോടയും കാരണം ഒന്നും കാണാനായില്ല. നമ്മൾ എന്തായിപ്പോ കണ്ടത്? ബിനുവിന്റെ ശബ്ദം വിറച്ചു. അതിന് മറുപടി പറയാൻ ആരും തയ്യാറായില്ല. ഏകദേശം 1/2 കിലോമീറ്റർ മുന്നോട്ടു പോയി കാണും. അടുത്ത വളവ് തിരിഞ്ഞതും സന്ദീപ് വീണ്ടും ഭയന്ന് വിറച്ചു. അതേ സ്ത്രീ, അതേ വെളുത്ത സാരി. ഇത്തവണ അവരൊറ്റയ്ക്കായിരുന്നില്ല. ഒരു ചെറിയ കുട്ടിയുടെ കയ്യും പിടിച്ച് റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു അവർ. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത്രയും വേഗത്തിൽ തങ്ങളെ മറികടന്ന് അവർക്ക് മുന്നിലെത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അവരുടെ കണ്ണുകൾ ഇരുട്ടിൽ ചുവന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അമ്മേ! സന്ദീപ് സർവ്വശക്തിയുമെടുത്ത് ബ്രേക്കിൽ ചവിട്ടി. ലോറി നിയന്ത്രണം വിട്ട് റോഡിലൂടെ നിരങ്ങി നീങ്ങി. വലിയൊരു ശബ്ദത്തോടെ അത് റോഡരികിലെ പാറക്കെട്ടിൽ ചെന്നിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ പുറകിലിരുന്ന ഷിബുവിന്റെ തല അവിടെയുണ്ടായിരുന്ന ജനറേറ്ററിൽ ശക്തിയായി ചെന്നിടിച്ചു. അവന്റെ തല പൊട്ടി രക്തമൊഴുകാൻ തുടങ്ങി. അപകടം നടന്നയുടൻ എല്ലാവരും ഞെട്ടലിൽ നിന്ന് മോചിതരായി. ജോമോനും ബിനുവും വേഗം പുറത്തിറങ്ങി. ഷിബു! ജോമോൻ പുറകിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ഷിബു. അവന്റെ ബോധം ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു. അവർ വേഗം അവനെ താങ്ങിയെടുത്ത് പുറത്തിറക്കി. കയ്യിൽ കിട്ടിയ തുണികൊണ്ട് ജോമോൻ അവന്റെ മുറിവ് കെട്ടിക്കൊടുത്തു. അവരെന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അടുത്ത അവിശ്വസനീയമായ സംഭവം നടന്നത്. ലോറിയിലുണ്ടായിരുന്ന പൂർണ്ണമായും ഓഫായിരുന്ന ജനറേറ്റർ തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭീകരമായ ശബ്ദം ആ വനത്തിൻ്റെ നിശബ്ദതയെ കീറിമുറിച്ചു. ക്ഷീണവും ഭയവും ദേഷ്യവും ഒരുമിച്ച് വന്നപ്പോൾ സംഘത്തിലൊരാൾ നിയന്ത്രണം വിട്ട് ജനറേറ്ററിനെ നോക്കി അലറി, നിർത്തടാ! അത്ഭുതമെന്നു പറയട്ടെ,
അവൻ ചീത്ത വിളിച്ചതും ജനറേറ്റർ നിന്നു. പക്ഷേ ആ ശബ്ദം നിന്നതും അതിനേക്കാൾ ഭയാനകമായ മറ്റൊന്ന് തുടങ്ങി. ലോറിയുടെ അടച്ചിട്ട ക്യാബിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഹൃദയം പിളർക്കുന്ന നിലവിളി ഉയർന്നു. അത് സാധാരണ ഒരു കരച്ചിലായിരുന്നില്ല. വേദനയും നിരാശയും കോപവും കലർന്ന ഒരലർച്ചയായിരുന്നു. അതോടെ അവരുടെ അവസാനത്തെ ധൈര്യവും ചോർന്നുപോയി. ഇത് സാധാരണ ഒരു സംഭവമല്ലെന്നും തങ്ങൾ എന്തോ ഭയാനകമായ ഒന്നിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും അവർക്ക് മനസ്സിലായി. ഭയം കൊണ്ട് വിറച്ചുകൊണ്ട് ജോമോൻ വിളിച്ചു പറഞ്ഞു, എല്ലാരും കൈകോർത്തു പിടിക്ക്, നമുക്ക് രാമനാമം ജപിക്കാം. അവർ പരസ്പരം കൈകൾ കോർത്തുപിടിച്ച് ഉറക്കെ നാമം ജപിക്കാൻ തുടങ്ങി. രാമാ രാമാ രാമാ. അവർ ജപിക്കും തോറും ലോറിക്കുള്ളിലെ കരച്ചിലിന്റെ ശബ്ദം കൂടി വന്നു. അതൊരു മത്സരമായിരുന്നു. മനുഷ്യന്റെ വിശ്വാസവും അമാനുഷിക ശക്തിയും തമ്മിലുള്ള മത്സരം. കുറച്ചുനേരം അത് തുടർന്നു. അവസാനം ആ നിലവിളി ഒരു അവസാനത്തെ അലർച്ചയോടെ പൂർണ്ണമായി നിലച്ചു. ചുറ്റും വീണ്ടും ശ്മശാനമൂകത തളം കെട്ടി നിന്നു. ആ സംഭവത്തിനു ശേഷം അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ ലോറിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. സന്ദീപ് വിറയ്ക്കുന്ന കൈകളോടെ ലോറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. പരിക്കേറ്റ ഷിബുവിനെയും കൊണ്ട് അവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അടുത്തുള്ള പട്ടണം പീരുമേടായിരുന്നു. അവിടെ എത്തി ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അവർ രാത്രി കഴിച്ചുകൂട്ടി. ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ ഭയാനക രാത്രിയിലെ സംഭവങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചലച്ചിത്രം പോലെ ഓടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ മുറിവ് ഡ്രസ്സ് ചെയ്യുന്നതിനായി ഷിബുവിനെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവിടെ വെച്ചും ലോഡ്ജിൽ വെച്ചും അവർ തലേദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചില നാട്ടുകാരോട് സംസാരിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ജോമോനും സംഘവും തരിച്ചുപോയി. അത് പാഞ്ചാലിമേട്ടിലെ അമ്മയും കുഞ്ഞുമാണ്, പ്രായമായ ഒരു ചായക്കടക്കാരൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ആ വളവിൽ ഒരു ആക്സിഡന്റിൽ ഒരു അമ്മയും കുഞ്ഞും മരിച്ചിരുന്നു. അതിനുശേഷം അവിടെ പലർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി യാത്ര ചെയ്യുന്നവരെ അവർ വഴിയിൽ കാണാറുണ്ട്. മറ്റൊരാൾ കൂട്ടിച്ചേർത്തു, ചുരം തുടങ്ങുന്നതിനു മുൻപ് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അവിടെ പ്രാർത്ഥിച്ചിട്ടേ രാത്രിയിൽ ആ വഴി പോകാവൂ എന്നാണ് വിശ്വാസം. നിങ്ങളത് ചെയ്യാത്തതുകൊണ്ടാവും ഈ അനുഭവമുണ്ടായത്. ജോമോൻ തന്റെ ഫോണിലെ സമയം മാറിയ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. ഓ, അതിവിടെ സാധാരണമാണ്. ആ ഭാഗത്തൂടെ പോകുമ്പോൾ പലരുടെയും ഫോണിലെയും വാച്ചിലെയും സമയം തനിയെ മാറാറുണ്ട്. ചിലപ്പോൾ വർഷങ്ങൾ പുറകിലേക്ക് പോകും. അതിന്റെ കാരണം ആർക്കും അറിയില്ല. അവർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിരുന്നു. തങ്ങൾ അനുഭവിച്ചത് വെറുമൊരു തോന്നലായിരുന്നില്ല. വർഷങ്ങളായി ആ ചുരത്തിൽ അലഞ്ഞു തിരിയുന്ന ഒരു ദുരാത്മാവിന്റെ മുന്നിലാണ് തങ്ങൾ ചെന്നു പെട്ടതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ രാത്രിയിലെ ഓർമ്മകൾ ഒരു മായാത്ത മുറിവായി അവരിൽ ഓരോരുത്തരിലും അവശേഷിച്ചു. പിന്നീട് ഒരിക്കലും എത്ര വലിയ ആവശ്യമുണ്ടായാലും രാത്രിയിൽ പാഞ്ചാലിമേട് ചുരം കയറാൻ കൈരളി സൗണ്ട്സിലെ ആ സംഘം ധൈര്യപ്പെട്ടിട്ടില്ല.